ഹലോ എവ്രി വൺ. ഓർഗാനിക് കെമിസ്ട്രിയുടെ റിവിഷൻ സീരീസിൻ്റെ പാർട്ട് 4 എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഞാൻ ആദ്യം ഒരു അഡ്വൈസ് തരികയാണ്. നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഞാൻ ചെയ്യുന്നതോടൊപ്പം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റിയാക്റ്റൻസ് മാത്രം, ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് പോലെ നിങ്ങൾ റിയാക്റ്റൻസ് മാത്രം ഒരു പേപ്പറിലോട്ട് എഴുതിയിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുക. അതെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ അങ്ങനെ മാത്രമേ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഓർമ്മയിൽ നിലനിർത്താൻ കഴിയുള്ളൂ. ഓക്കെ, ഞാൻ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് റിയാക്ഷൻസ് ഇൻവോൾവിങ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുന്നത് RMgx ഇൻ ഡ്രൈ ഈതർ ആണ്. ഓക്കെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിയാക്റ്റൻസ് എല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് കാണാൻ കഴിയും. ഒന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആണ്. എന്താണ്? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആണ്. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ ആണ്. നമുക്ക് എങ്ങനെ ഇത് രണ്ടും തമ്മിൽ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷനിൽ നമുക്ക് മെഗ്നീഷ്യവും ഡ്രൈ ഈതറും കാണാൻ കഴിയും. അതുപോലെ നമുക്ക് RMgx കണ്ടാലും അതെന്തായിരിക്കും? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. RMgxൽ Mg എന്താണ്? മെഗ്നീഷ്യം ആണ്. ഓക്കെ, എന്നാൽ നമ്മൾ സോഡിയവും ഡ്രൈ ഈതറും കാണുകയാണെങ്കിൽ ആ റിയാക്ഷന് വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. സോ മെഗ്നീഷ്യവും ഡ്രൈ ഈതർ അല്ലെങ്കിൽ RMgx വന്നാൽ അത് ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. എന്നാൽ സോഡിയവും ഡ്രൈ ഈതറും വന്നാൽ അത് എന്ത് റിയാക്ഷൻ ആയിരിക്കും? വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ റിയാക്റ്റൻ്റ് എടുക്കാം. ഇവിടെ CH3CH2Br പ്ലസ് മെഗ്നീഷ്യം വിത്ത് ഡ്രൈ ഈതർ. ഇതെന്ത് റിയാക്ഷൻ ആയിരിക്കും? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. നമ്മൾ ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷനിൽ നമ്മൾ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ ആഡ് ചെയ്യണം. ആദ്യം CH3CH2 ദെൻ Mg ഇങ്ങോട്ട് ആഡ് ചെയ്യുക. സോ MgBr. നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. ആഡ് ചെയ്ത ഉടനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യണം. എന്താ ഹൈഡ്രോലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുക. വാട്ടറിന് നമുക്ക് H2O എന്ന് പറയാം, അല്ലെങ്കിൽ HOH എന്ന് പറയാം. ഓക്കെ, സോ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഈ OH MgBrൻ്റെ ഒപ്പം പോകും. അതായത് നമ്മുടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് MgOHBr ആയിരിക്കും, ഒരു ബൈ പ്രൊഡക്റ്റ്. ബാക്കി എന്തുണ്ടാവും? CH3CH2 ഈ H ഇങ്ങോട്ട് വന്നാൽ H. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഞാൻ അടുത്ത റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. സോ ഇവിടെയും നമ്മൾ എന്താണ്? മെഗ്നീഷ്യവും ഡ്രൈ ഈതറുമാണ്. സോ റിയാക്ഷൻ എന്തായിരിക്കും? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ NO2 ഇവിടെ എടുത്തു. ഞാൻ ഈ മെഗ്നീഷ്യത്തെ ആദ്യം ആഡ് ചെയ്യാണ്. സോ MgBr കിട്ടും. അഡീഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോലൈസ് ചെയ്യണം, അതായത് വാട്ടർ ആഡ് ചെയ്യണം, അതായത് HOH. ശരിയല്ലേ? സോ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും, OH MgBrൻ്റെ ഒപ്പം പോകും. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയായിരിക്കും. ബെൻസീൻ NO2 ദെൻ പ്ലസ് MgOHBr. ഓക്കെ, ഞാൻ അടുത്ത റിയാക്ഷൻ എടുക്കാം. ഇവിടെ ഞാൻ RMgx ആണ്. RMgx എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്, HCHO. സോ ഇവിടെ എന്തായിരിക്കും? ഞാൻ ആദ്യം ആഡ് ചെയ്യും. സോ CH2O MgX. ഓക്കെ, ഇതിനെ ഹൈഡ്രോലൈസ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? H ഇങ്ങോട്ട് വരും, MgXും OHും കമ്പൈൻ ചെയ്യും, അതായത് RCH2OH പ്ലസ് MgOHX എന്ന് കിട്ടും. ഓക്കെ, ഞാൻ വേറെ ഒന്ന് എടുത്തു, കീറ്റോൺ എടുത്തു. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരുപാട് റിയാക്റ്റൻസ് എത്തും. നമ്മുടെ ഈ റിവിഷൻ സീരീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ NCERT ബുക്കിൽ എന്തൊക്കെ എക്സാമ്പിൾസ് ഉണ്ടോ അതെല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് പല ചാപ്റ്റേഴ്സിലായിട്ടാണ് കാണാൻ കഴിയുക. എന്നാൽ കോൺസെപ്റ്റ് സെയിം ആണ്, പക്ഷെ പല ചാപ്റ്റേഴ്സിലായിരിക്കും ഈ എക്സാമ്പിൾസ് കാണാൻ നിങ്ങൾക്ക് കഴിയാം. സോ നമ്മൾ എല്ലാ എക്സാമ്പിൾസും ഒരുമിച്ച് ചെയ്യും. ഓക്കെ, സോ ഞാൻ അടുത്ത കീറ്റോൺ എടുത്തു. നമ്മൾ ആൽഡിഹൈഡ് കഴിഞ്ഞു, ഞാൻ കീറ്റോൺ എടുക്കുകയാണ്. ഇവിടെ എന്താണ്? അഡീഷൻ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ C എന്നെടുത്തു. ഇവിടെ നമുക്ക് 3 R കാണാൻ കഴിയും. സോ ഒരു R, രണ്ടാമത്തെ R, ദെൻ മൂന്നാമത്തെ R, ദെൻ OMgX എന്ന് എഴുതുകയാണ് ഞാൻ, OMgX. ഓക്കെ, ഇനി ഇതിനെ ഹൈഡ്രോലൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഹൈഡ്രോലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ HOH. ഓക്കെ,
സോ ഈ എച്ച് ഇങ്ങോട്ട് വരും, ഞാൻ കാണിച്ചു തരാം. സി ആർ ആർ ആർ, എച്ച് ഇങ്ങോട്ട് ഒയുമായി കമ്പയർ ചെയ്തിട്ട് ഒ എച്ച് ഫോം ചെയ്യും. ദെൻ എം ജി ഒ എച്ചുമായിട്ട് ഫോം ചെയ്തിട്ട് എം ജി ഒ എച്ച് എക്സ് ഫോം ചെയ്യും. ഓക്കെ, എല്ലാം സെയിം ആണ്. നമുക്ക് അസറ്റാൽഡിഹൈഡ് എടുക്കാം. ഇവിടെ എന്തായിരിക്കും? സി ഒരു ആർ, രണ്ടാമത്തെ ആർ ഞാൻ ഇവിടെ കാണിച്ചു. ദെൻ ഞാനൊരു ഹൈഡ്രജനെ കാണിച്ചു ഇവിടെ. ഓക്കെ, ഇവിടെ ഒ എം ജി എക്സ് എന്ന് എഴുതി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രോലൈസ് ചെയ്യാം. സി അതായത് എച്ച് ഒ എച്ച് നമ്മൾ ആഡ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും? സി ആർ ആർ എച്ച്, ദെൻ ഈ ഹൈഡ്രജന് ഒയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒ എച്ച് ഫോം ചെയ്യും, പ്ലസ് എം ജി ഒ എച്ച് എക്സ്. എല്ലാതും എന്താണ്? സെയിം ആണ്, കോൺസെപ്റ്റ് സെയിം ആണ്. ഓക്കെ, ഇനി ഞാൻ അടുത്തെടുക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും സോഡിയവും ഡ്രൈ ഈതറുമാണ്. സോഡിയം ഡ്രൈ ഈതറും വന്നാൽ റിയാക്ഷൻ എന്തായിരിക്കും? വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. ശരിയല്ലേ? വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ നടക്കുന്നത് സോഡിയവും എക്സും പുറത്തോട്ട് പോകും ബൈ പ്രൊഡക്റ്റായിട്ട്. ബാക്കിയുള്ള രണ്ട് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ഇവിടെ അരയിൽ ഹാലൈഡ് ആണ്, ARX എന്നാണ്. അരയിൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബെൻസീൻ ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് കാണാം? ഒരു ഹാലജൻ ഗ്രൂപ്പിന് കാണാം. സോ ഇവർ നടന്നാൽ റിയാക്ഷൻ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ഇത്തരത്തിലായിരിക്കും. സി ഞാൻ ബെൻസിൻ റിംഗ് എടുത്തു, അതിൻ്റെ ഒപ്പം എന്ത് ചെയ്തു? ആറിന് ഞാൻ ആഡ് ചെയ്തു, പ്ലസ് എന്തുണ്ടാവും? NaX. ഞാൻ സെയിം റിയാക്ഷൻ വീണ്ടും ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട്. സി സെയിം റിയാക്ഷനാണ്. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഈ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ എന്ത് സംഭവിക്കും? NaX പുറത്തു പോകും. സോ ബൈ പ്രൊഡക്റ്റ് എന്തായിരിക്കും? NaX ആയിരിക്കും. ഈ രണ്ട് ബെൻസീന് തമ്മിൽ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് കാണാൻ, ഇവിടെ മഗ്നീഷ്യമാണ് നമ്മൾ എടുത്തുള്ളത്. സോ മഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ബെൻസീൻ മഗ്നീഷ്യം ഇതിലോട്ട് ആഡ് ചെയ്യും, MgBr ആവും. ദെൻ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബെൻസിൻ റിങ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, ഒപ്പം MgOH Br എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തൊരു റിയാക്റ്റൻ്റ് എടുക്കാം. സി രണ്ട് മോളിക്യൂൾസ് RX എടുത്തിട്ടുണ്ട്. ഞാനതിനെ സെപ്പറേറ്റ് ആയിട്ട് RX പ്ലസ് ഞാനൊരു സോഡിയം എഴുതി, പ്ലസ് സോഡിയം, ദെൻ എഗെയിൻ ഞാൻ RX എടുക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ സോഡിയം ഈതറുമാണ്, അതായത് റിയാക്ഷൻ എന്തായിരിക്കും? വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. ശരിയല്ലേ? വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? RR പ്ലസ് NaX. ശരിയല്ലേ? ഈ NaX പുറത്തു പോകും, ദെൻ ഈ ആറും കമ്പൈൻ ചെയ്യും. ഇനി ഞാൻ അടുത്ത റിയാക്റ്റൻ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ മഗ്നീഷ്യം ഡ്രൈ ഈതറുമാണ്. സോ റിയാക്ഷൻ എന്തായിരിക്കും? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. അതായത് നമ്മൾ മഗ്നീഷ്യത്തെ ബ്രോമിനുമായിട്ട് ആദ്യം ആഡ് ചെയ്യും. സോ നമുക്ക് പ്രൊഡക്റ്റ് എഴുതാം. അവിടെ ഓൾറെഡി ഒരു ബ്രോമിൻ ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? MgBr കിട്ടും. ശരിയല്ലേ? നമ്മളിതിനെ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? ബ്രോമിൻ, ഈ ഹൈഡ്രജന് ഇങ്ങോട്ട് വരും, ദെൻ MgOH Br. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഇനി ഞാൻ അടുത്തെടുത്തു RMgxCO2 ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇതെന്തായിരിക്കും? മഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്തായിരിക്കും? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ. സോ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. ഞാൻ ആദ്യം R എന്ന് എഴുതി, COO CO2. ശരിയല്ലേ? CO2 MgX. ഓക്കെ, അടുത്തെന്താണ്? ഹൈഡ്രോലൈസ് ചെയ്യാണ്, പ്രസൻസ് ഓഫ് HOH. നമുക്ക് എന്ത് കിട്ടും? ഞാൻ ഹൈഡ്രജനെ CO2 ആഡ് ചെയ്യും,
OHന് MgX ലോഡ് ആഡ് ചെയ്യും. സോ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് R CO2നെ നമുക്ക് COO എന്ന് എഴുതാം. ദെൻ H ആഡ് ചെയ്തു പ്ലസ് എന്തുണ്ട് MgOH X. ഇതെന്തായിരിക്കും? ഒരു ആസിഡ് ആയിരിക്കും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത റിയാക്റ്റൻ്റ് എടുക്കാം. ഇവിടെ എന്തായിരിക്കും? കഴിയുമെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. CMgBr. ഇതെന്താണ്? ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് എന്താണ്? ഹൈഡ്രോലൈസ് ആണ്. നമുക്ക് എന്ത് കിട്ടും? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്നു. ഓക്കെ, സോ ഈ റിങ് സെപ്പറേറ്റ് ആയി. ദെൻ MgOH Br. നമുക്ക് ഇതെടുക്കാം. ഇവിടെ എന്തായിരിക്കും? ആദ്യം നമ്മൾ ആഡ് ചെയ്യണം. വീണ്ടും ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ. ഇവിടെ എന്താണ്? MgBr. ശരിയല്ലേ? നെക്സ്റ്റ് ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോലൈസ് ചെയ്യണം. സെയിം ടെക്നിക്ക് തന്നെ. സോ MgBr OHുമായിട്ട് പുറത്തോട്ട് വരും. സോ നമുക്ക് ബൈ പ്രൊഡക്റ്റ് എന്ത് കിട്ടും? MgOH Br കിട്ടും. ദെൻ ഈ രണ്ട് റിങ്ങും അറ്റാച്ച് ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? ഇത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗ്രിഗ്നാർഡ് അഡീഷൻ റിയാക്ഷൻ, രണ്ട് വുഡ്സ് റിയാക്ഷൻ. ഇനി നമുക്ക് അടുത്തെടുക്കാം. അടുത്ത റിയാക്ഷനാണ് റിയാക്ഷൻ ഇൻവോൾവിങ് HNO3 പ്ലസ് H2SO4. HNO3 പ്ലസ് H2SO4 എന്ന് പറയുന്നത് നൈട്രേറ്റിംഗ് മിക്സ്ചറാണ്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള റിയാക്ഷനാണ്. നമുക്ക് എടുക്കാം. ഞാൻ ആദ്യം ഒരു ക്ലോറോബെൻസീൻ എടുത്തിട്ടുണ്ട്. ദെൻ നൈട്രേറ്റിംഗ് മിക്സ്ചർ എടുത്തിട്ടുണ്ട്. ഈ നൈട്രേറ്റിംഗ് മിക്സ്ചറിലുള്ള ഇലക്ട്രോഫൈലാണ് NO2+. ആക്ച്വലി ഇതൊരു NO2+ അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ്. ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതായത് ഇവിടെയുള്ള NO2+, ഈ നൈട്രേറ്റിംഗ് മിക്സ്ചറിലെ ഇലക്ട്രോഫൈലാണ് NO2+. ഈ NO2+ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആഡ് ചെയ്യും. ഇതാണ് ഓർത്തോ പൊസിഷൻ, ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പാരാ പൊസിഷൻ. ഇതെന്തായിരിക്കും? മെറ്റാ പൊസിഷനിലായിരിക്കും. സോ ഓർത്തോ പൊസിഷനിൽ ആഡ് ചെയ്യും, പാരാ പൊസിഷനിൽ ആഡ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ക്ലോറോബെൻസീൻ എടുത്തു. ഓക്കെ, ഈ ക്ലോറോബെൻസീൻ്റെ ഓർത്തോ പൊസിഷനിൽ നമുക്ക് ആഡ് ചെയ്യാം? NO2നെ ആഡ് ചെയ്യാം. ഇതൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വീണ്ടും ക്ലോറോബെൻസീൻ എടുക്കുക. എന്നിട്ട് ഏത് പൊസിഷനിൽ ആഡ് ചെയ്യാം? നമ്മൾ പാരാ പൊസിഷനിൽ ഒരു NO2നെ ആഡ് ചെയ്യാം. റിയാക്ഷൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേറ്റഡ് H2SO4. H2SO4 മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് SO3H+ ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മൾ ഓർത്തോ പൊസിഷനിൽ ആഡ് ചെയ്യും, പിന്നെ പാരാ പൊസിഷനിൽ ആഡ് ചെയ്യും. ക്ലോറോബെൻസീൻ എടുത്തു. ഇതിൻ്റെ ഓർത്തോ പൊസിഷനിൽ നമുക്ക് ആഡ് ചെയ്യാം? SO3Hനെ ആഡ് ചെയ്യാം. പ്ലസ് പാരാ പൊസിഷനിൽ ആഡ് ചെയ്യാം? വേറെ ഒരു SO3Hനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് എടുക്കാം. ഇവിടെ എന്തായിരിക്കും? നൈട്രേറ്റ് മിക്സ്ചറാണ്. സോ ഇവിടുത്തെ നമ്മൾ ആഡ് ചെയ്യുന്നത് NO2+നെ ആയിരിക്കും. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. OC2H5. ഇവിടുത്തെ പാരാ പൊസിഷൻ എന്തായിരിക്കും? പാരാ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളെടുത്ത ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ് പാരാ പൊസിഷൻ. ഈ ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റ് ഇതല്ലേ? സോ ഇതായിരിക്കും പാരാ പൊസിഷൻ. ഇവിടെ എന്തായിരുന്നു? ഇവിടെ ക്ലോറിൻ്റെ ഓപ്പോസിറ്റ് SO3H. ഇതാണ് പാരാ പൊസിഷൻ. പക്ഷെ നമ്മുടെ അടുത്ത ഈ ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കും. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യും? NO2. ഇത് പാരാ പൊസിഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാം? ഓർത്തോ പൊസിഷൻ എടുക്കാം. ഓർത്തോ പൊസിഷന് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ എവിടെയായിരിക്കും? ഇവിടെ OC2H5. ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക? ഇവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും? NO2നെ കാണാൻ കഴിയും. ഇതെന്തായിരിക്കും? ഓർത്തോ പൊസിഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ അടുത്ത കോമ്പൗണ്ട് എടുത്തു. ഇതും സെയിം ആണ്. ഇവിടെ NH2. സോ NH2ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പാരാ പൊസിഷനാണ്. സോ ഞാനിവിടെ NO2നെ ആഡ് ചെയ്തു. ഇതൊരു പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തൊട്ടടുത്ത് ആരുണ്ടാവും? ഓർത്തോ ഉണ്ടാവും. ഇത് ഓർത്തോ പൊസിഷൻ. ഞാൻ മറ്റൊരു എക്സാമ്പിൾ എടുത്തു. ഇതെല്ലാം നിങ്ങളുടെ NCERTയിൽ കൊടുത്തുള്ള എക്സാമ്പിളാണ്.
ഒന്നും വിടാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ കോൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തു പോകാം. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരെ ആഡ് ചെയ്യും നമ്മൾ? ഇത് പാരയാണ്. നമ്മുടെ ഓർത്തോ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവും? CHO. ഇവിടെ നമുക്ക് ആരെ കാണാൻ കഴിയും? ഓർത്തോ പ്രൊഡക്റ്റ് കാണാൻ കഴിയും. ഞാൻ അവസാനത്തെ എക്സാമ്പിൾ എടുക്കാം. COOH. ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? COOH. ഇതിൻ്റെ പാരാ പൊസിഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് പാരാ പൊസിഷൻ NO2. സോ ഇതെന്താണ്? പാരയാണ്. ഇനി ഞാൻ അടുത്തൊരു എക്സാമ്പിൾ എടുത്തു. COOH. ഇതിൻ്റെ ഓർത്തോ പൊസിഷനാണ് NO2. സോ ഇതാണ് ഓർത്തോ പ്രൊഡക്റ്റ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഒരു ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നമ്മൾ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോഫൈലിനെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ എടുക്കാം. സെയിം റിയാക്ഷൻ ഞാൻ 3 എക്സാമ്പിൾസ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? നമ്മൾ ഓർത്തോ പൊസിഷനിൽ നമ്മൾ ഒരു ഗ്രൂപ്പിനെ, ഒരു NO2നെ ആഡ് ചെയ്യും. ദെൻ പാരാ പൊസിഷൻ നമുക്ക് അടുത്തത് എടുക്കാം. COCH3. ദെൻ ഓർത്തോ പൊസിഷനിൽ ഒരു NO2 പ്ലസ് OCH3. ദെൻ പാരാ പൊസിഷനിൽ വേറെ ഒരു NO2. അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് അടുത്ത റിയാക്റ്റൻ്റ് എടുക്കാം. COCH3 NO2 ഓർത്തോ പൊസിഷൻ. ദെൻ അടുത്തതിൽ എന്ത് ചെയ്യും? COCH3 പാരാ പൊസിഷനിൽ അടുത്ത NO2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ എടുക്കാം. റിയാക്ഷൻ ഇൻവോൾവിങ് അക്വസ് KOH ഓർ ആൽക്കഹോളിക് KOH. നമുക്കൊരു കാര്യം പറഞ്ഞുതരാം. അതായത് അക്വസ് KOHൻ്റെ പ്രസൻസ് നടക്കുന്ന റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആയിരിക്കും. എന്നാൽ ആൽക്കഹോളിക് KOHൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ആൽക്കീൻ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ OHനെ ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് OH വരും. സോ നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? CH3 CH2 CH2 പിന്നെ എന്ത് കിട്ടും? OH പ്ലസ് എന്ത് കിട്ടും നമുക്ക്? KCl പുറത്തോട്ട് പോകും. ഇതായിരിക്കും ബൈ പ്രൊഡക്റ്റ്. ഓക്കെ, സോ നമുക്ക് ആൽക്കഹോൾ കിട്ടി. ഇനി നമുക്ക് അടുത്ത് എടുക്കാം. ആൽക്കഹോളിക് KOH ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ പൊട്ടാഷ്യവും ബ്രോമിനും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോകും. KBr ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ OHും CH3യിൽ ഒരു Hഉം വാട്ടർ ആയിട്ട് ബൈ പ്രൊഡക്റ്റ് ആയി പോകും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? CH3 വേറൊരു കളറിൽ കാണിക്കാം. CH3 CH3. ഈ CH3യിൽ ഒരു H പോയി. സോ ബാക്കി CH2 വന്നാൽ അവിടുത്തെ ബോണ്ട് എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആൽക്കീൻ. സോ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഇത്രയാണ് നമ്മൾ ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു പെർട്ടിക്കുലർ നമ്പർ സബ്സ്ക്രൈബേഴ്സ് എത്തിയാലും നമ്മൾ ലൈവ് വീഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.